ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെറ്റി ടോക്സ്. അന്തരിച്ച പ്രമുഖ നടൻ ശ്രീ സലീം കുമാറിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നടി റിനി ആൻ ജോർജ് അവിടെ കാട്ടിക്കൂട്ടിയ ചിരിമേളങ്ങൾ അവർക്കെതിരെ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. റിനിക്കെതിരെയുള്ള പ്രതിഷേധം കടുത്തപ്പോൾ ഒരു FB പോസ്റ്റ് ഇട്ടാണ് റിനി അതിന് മറുപടി നൽകിയത്. പോസ്റ്റിലെ റിനിയുടെ വരികൾ ഇങ്ങനെ തുടങ്ങുന്നു: ഞാൻ വളരെ ചെറുപ്പം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ചെറിയ, ആർക്കും ഉപദ്രവകരം അല്ലാത്ത കാര്യങ്ങൾ പോലും ചിലർക്ക് വലിയ പ്രശ്നമാണ്, മഹാ അപരാധമാണ്. ഉദാഹരണത്തിന് കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുക, ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുക, മരണസ്ഥലത്ത് പരിചയമുള്ള ആളുകളെ കണ്ടാൽ ഒന്ന് ചിരിക്കുക തുടങ്ങിയവ. എന്നാൽ ആരെങ്കിലും റേപ്പ് ചെയ്താലും കൊന്നാലും അതൊക്കെ മറച്ചുവെച്ച് നന്നായി അഭിനയിച്ചാൽ ഡബിൾ ഓക്കെ. കൂടെ നിന്ന് സെൽഫി എടുക്കൽ, റീൽസ് എടുക്കൽ, അങ്ങനെ പലതും കാണാം. നാടകമേ ഉലകം. എങ്ങനെയാണ് പോസ്റ്റിൽ റിനി അഭിപ്രായപ്പെട്ടേക്കുന്നത്. റിനിക്കിപ്പോഴും താൻ ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലൈം ലൈറ്റിൽ എപ്പോഴും നിൽക്കാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും മരിച്ച വീട്ടിൽ ചിരിക്കേണ്ടിരുന്ന ഒരു ചിരി ആയിരുന്നില്ല റിനി അവിടെ ചിരിച്ചതെന്ന് വ്യക്തം. മറിച്ച് ചുറ്റുമുള്ള ക്യാമറ കണ്ണുകൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴുള്ള മതിമറന്ന ചിരിയായിരുന്നു. ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കുന്നതിനോടോ അല്ലെങ്കിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നതിനോടോ ഒന്നുമല്ല മരണവീട്ടില് റിനി ചെയ്ത മോശം പ്രവൃത്തിയെ താരതമ്യപ്പെടുത്തി ന്യായീകരിക്കേണ്ടത്. മരണവീട്ടിലെ റിനിയുടെ ഭാഗത്ത് നിന്നുണ്ടായ അനാദരവ് മറച്ചു വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവിടെ കൂടിയിരുന്നവരെ മൊത്തം നാടകക്കാരെ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാനാണ് റിനി ശ്രമിച്ചത്. റിനിയുടെ തന്നെ പോസ്റ്റിലുള്ള ഒരു ഭാഗമാണ് എന്നാൽ ആരെങ്കിലും റേപ്പ് ചെയ്താലും കൊന്നാലും എന്നുള്ളത്. കൊലപാതകികളൊന്നും സലീമേട്ടന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ റേപ്പിസ്റ്റുകൾ എന്നാരോപിക്കപ്പെടുന്ന പല പ്രമുഖരും, ഉദാഹരണത്തിന് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായെങ്കിലും പലരുടെയും ഉള്ളിൽ ദിലീപ് ഇപ്പോഴും കുറ്റക്കാരനാണ്. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും. ഈ റിനി തന്നെ രാഹുലിനെതിരെ പീഡനാരോപണം ഉന്നയിച്ചിട്ടുമുണ്ട്. ദിലീപിനൊപ്പം രാഹുലിനൊപ്പം അവിടെ കൂടിയിരുന്നവരിൽ പലരും വകതിരിവില്ലാതെ സെൽഫി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. താൻ ചെയ്ത കുറ്റം മറയ്ക്കാൻ വേണ്ടിയിട്ട് റേപ്പിസ്റ്റുകൾക്കൊപ്പം സെൽഫി എടുത്തു എന്നൊക്കെ പറയുന്ന റിനി തന്നെ കുറ്റാരോപിതനായിരുന്ന ദിലീപിനെ കണ്ടപ്പോ അങ്ങോട്ട് കയറി വെളുക്കെ ചിരിച്ചു കാണിക്കുന്നുണ്ട്. റിനി ചെയ്യുമ്പോ ആഹാന്നും മറ്റുള്ളവർ ചെയ്യുമ്പോ ഓഹോ എന്നുള്ള അഭിപ്രായം മോശമല്ലേ റിനി? മരണ വീട്ടിൽ ചെന്നാല് പരിചയമുള്ള ആളുകളെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിക്കുന്നതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ റിനി ചെയ്തതുപോലെ ഉള്ള പല്ല് മുഴുവൻ പുറത്തു കാണിച്ച് വിവരക്കേടിനുള്ള അവാർഡ് വാങ്ങാൻ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴുള്ള ചിരിയൊന്നും ആരും ചിരിക്കാറില്ല. ഇപ്പോഴും റിനി ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കാതെ തന്റെ ഭാഗം ന്യായീകരിച്ചു മെഴുകാനാണ് അവർ ശ്രമിക്കുന്നത്. രാഹുലും ദിലീപും ഒക്കെ പീഡനവീരന്മാരാണെങ്കിൽ അവരുമായി താരതമ്യപ്പെടുത്തി റിനിയുടെ മര്യാദകേട് ശരിയാക്കാൻ നോക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വളരെ ചെറുപ്പം മുതലേ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലെ ഒരു മരണവീട്ടിൽ ചെന്ന എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം മാത്രം റിനി ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ പഠിച്ചില്ല. റിനി പറഞ്ഞ ഒരു കാര്യം എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. കാരണം മരണവീട്ടില് ചിരിച്ചുല്ലസിക്കുന്നത് പോലെ തന്നെ തെറ്റാണ് അവിടെ വെച്ച് റീൽസ് എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. പിന്നെ ഈ കാല് പൊക്കി വെച്ചാൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാൽ എന്നൊക്കെ പറയുന്നതിനോട് ഒരു ചെറിയ വിയോജിപ്പുണ്ട്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവിടെ കസേരയിലെ കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇഷ്ടമുള്ള വസ്ത്രം എന്നുള്ളതും അവസരത്തിനൊത്തുള്ളതായിരിക്കുന്നതാണ് മാന്യത. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.